ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. പുഷ്പ 2 തീർത്തിരിക്കുന്നത് റെക്കോർഡിൻ്റെ പെരുമഴ തന്നെയാണ്. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അല്ലു അർജുൻ ഫാൻസ് അടിച്ച് കയറി വാ. നോർത്ത് ഇന്ത്യയിൽ ചെന്നിട്ട് ഒരു സൗത്ത് ഇന്ത്യൻ സിനിമയ്ക്ക് നമ്പർ 1 ആകണമെങ്കിൽ അതിൻ്റെ പേര് പുഷ്പ 2 എന്ന് മാത്രമാണ്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ വേറെ ഒരു റീജിയണൽ ലാംഗ്വേജിന് അല്ലെങ്കിൽ ഒരു സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു സിനിമയ്ക്കൊന്നും ഒന്നും തന്നെ ചെയ്യാൻ കഴിയാറില്ല. എത്ര വലിയ സിനിമ ചെന്നാൽ പോലും, ഒരു പക്ഷേ 1000 കോടി നേടിയ സിനിമ ചെന്നാൽ പോലും അവിടുത്തെ സിനിമകളുടെ മുകളിൽ കയറാൻ കഴിയാറില്ല എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ടോപ്പ് 8 ആയിട്ടുള്ള ഡേ 1 ഹയസ്റ്റ് നെറ്റ് കളക്ഷൻ ഇൻ ബോളിവുഡിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ദസ് ഹിന്ദുസ്ഥാനി 50.75 കോടിയാണ് ആദ്യ ദിനം നേടിയതെങ്കിൽ വാർ 51.60 കോടിയും. KGF അതാണ് ഏറ്റവും വ്യത്യസ്തമാകുന്നത്. KGF 53.95 കോടി നേടി. അനിമൽ 54.75 കോടി നേടിയപ്പോൾ പത്താൻ 55 കോടിയും ജവാൻ 66.50 കോടിയും നേടി. ഇതിനകത്തിൽ തന്നെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന 2 സിനിമകൾ അത് ഷാരൂഖ് ഖാൻ്റെ സിനിമയാണ്. അവിടെയാണ് അല്ലു അർജുൻ്റെ പുഷ്പ 2 എന്ന ചിത്രം 72 കോടി നേടി റെക്കോർഡ് തൂക്കിയിരിക്കുന്നത്. സമീപകാലത്ത് നമ്മളെ കണ്ണ് തള്ളിപ്പിക്കുന്ന ഒരു റെക്കോർഡ് എന്ന് തന്നെ പറയാം. നാളെ അത് 100 കോടി എത്തുന്നത് വിദൂരമൊന്നുമല്ല. ഫസ്റ്റ് ഡേ ഒരു സൗത്ത് ഇന്ത്യൻ സിനിമ നോർത്ത് ഇന്ത്യയിൽ പോയി 100 കോടി നേടുന്നത് വലിയ സംഭവമൊന്നുമാവില്ല. കാരണം അതിനുള്ള എല്ലാ തിരിയും പുഷ്പ 2 കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പക്ഷേ പുഷ്പ 3 ആയിരിക്കാം അത് ചെയ്യുന്ന ആദ്യ സൗത്ത് ഇന്ത്യൻ പടം എന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും ഇവിടെ ഒരു പിടി റെക്കോർഡുകളല്ല, ഉള്ള റെക്കോർഡ് മുഴുവൻ തൂക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രം എന്നുള്ളതാണ്. ആദ്യ ദിനം തന്നെ സിനിമയുടെ കളക്ഷനായിട്ട് ഇതുവരെ ഒഫീഷ്യൽ വന്നിട്ടില്ല. അറിയപ്പെടുന്നത് 260 കോടിക്ക് മുകളിലാണ് എന്നുള്ളതാണ്. ഇന്ത്യ കളക്ഷൻ മാത്രമായിട്ട് 175 കോടിക്ക് മുകളിലുണ്ട് എന്നുള്ളതാണ് സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം എല്ലായിടത്തും കൊലത്തൂക്ക് തന്നെയാണ്. നെഗറ്റീവ് റിവ്യൂ വന്നിട്ട് പോലും കേരളത്തിൽ നിന്ന് 6 കോടിക്ക് മുകളിൽ ഈ സിനിമയ്ക്ക് കളക്ഷൻ വന്നു എന്നുള്ളത് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നു. എന്താണെങ്കിലും ഇതൊരു തരംഗമാണ്, വേറെ ഒന്നുമല്ല. നോർത്ത് ഇന്ത്യയിൽ പോയി നോർത്ത് ഇന്ത്യൻ ബെൽറ്റ് ബോംബ് വെച്ച് തകർക്കുന്ന ഒരു പരിപാടി തന്നെയാണ് നമുക്ക് ഇന്ന് അല്ലു അർജുൻ്റെ ഈ ഒരു സിനിമ കാണുമ്പോൾ കാണാൻ കഴിയുന്നത്. അത്രത്തോളം ഭീകരമായി തിയേറ്ററുകളെ ഇളക്കി മറിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അതിനൊരൊറ്റ പേരേ ഉള്ളൂ, അല്ലു അർജുൻ. ആരൊക്കെയാണ് നമ്മുടെ കൂടെയുള്ള കട്ടയ്ക്ക് വാ. കൂടുതൽ വീഡിയോസുമായിട്ടുണ്ടാവും. താങ്ക് യു. ഗ്രേറ്റ് മീഡിയാസ്.